മുട്ട കൊണ്ടൊരു സംഭവം ചെയ്താലോ? അയ്യോ, കൂടോത്രമൊന്നുമല്ല കേട്ടോ, മലബാറുകാരുടെ സ്പെഷ്യൽ ഐറ്റം കിളിക്കൂട്. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിറകെ കൊത്തിയരിഞ്ഞ സവോളയും കുനുകുനാ അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഏതൊരു ഭക്ഷണത്തിനും ഉപ്പിൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ അതിൻ്റെ രുചി ഒരിക്കലും ആസ്വദിക്കാനേ കഴിയില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അവരവിടെ കിടന്ന് നിറം മാറട്ടെ. ഏകദേശം ചെറിയ ബ്രൗൺ നിറം ആകുമ്പോഴേക്കും ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇവ ചേർത്ത് ഒന്നിളക്കി പച്ചമണം മാറിയാൽ വേവിച്ചുടച്ചെടുത്ത ഇറച്ചി കഷ്ണം കൂടി ചേർത്തിളക്കാം. ഇറച്ചി കഷ്ണം ബീഫാണെങ്കിൽ ബീഫ് ചേർക്കാം, ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചേർക്കാം. ഞാനിവിടെ ചിക്കനാണ് ചേർക്കുന്നത്. ശേഷം വേവിച്ചുടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടി ചേർത്താൽ നമ്മുടെ കിളിക്കൂട് ഏകദേശം ഒന്ന് റെഡിയായി. അതുമാത്രം പോരല്ലോ, ഇനി വേണ്ടതെന്നാന്നല്ലേ, പുഴുങ്ങിയ കാടമുട്ട പൊളിച്ചെടുക്കാം. കാടമുട്ടയുടെ ഗുണങ്ങളൊക്കെ അറിയാമെങ്കിലും എന്തോ എനിക്ക് അതിനോട് അത്ര പ്രിയമില്ല. അതുകൊണ്ട് എനിക്കൊരു കോഴിമുട്ടയും കൂടി എടുത്തു. പിന്നെ 2 കോഴിമുട്ട കുറച്ച് ഉപ്പും കുരുമുളകും ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ഘട്ടം, കൂടുണ്ടാക്കാൻ തുടങ്ങാം. ഫില്ലിങ്ങിനായി എടുത്ത് വെച്ച് കൂട്ട് ഉരുട്ടി നടുവ് കുഴിച്ച് ഒരു മുട്ട എടുത്ത് അകത്ത് വയ്ക്കാം. ശേഷം നന്നായി ഉരുട്ടിയെടുക്കാം. കിളിക്കൂടിൻ്റെ അവസാന ഘട്ടം, പാൻ വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഉരുട്ടി വെച്ച ഉരുള മുട്ടയിൽ മുക്കി എടുത്തു വെച്ചിരിക്കുന്ന സേമിയയിൽ നന്നായി പൊതിഞ്ഞെടുക്കാം. ചൂടായ എണ്ണയിലേക്കിട്ട് നല്ല ബ്രൗൺ നിറമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നത്തെയും പോലെ നമ്മുടെ വൈദ്യക്കുട്ടൻ തന്നെയാണ് ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ വൈദ്യക്കുട്ടൻ നമുക്ക് കൊടുത്തു നോക്കാം. വൈദ്യക്കുട്ട, കിളിക്കൂട് കഴിക്കാം നമുക്ക്. എങ്ങനെയുണ്ട് വൈദ്യക്കുട്ട കിളിക്കൂട്? സൂപ്പറാ. അപ്പോൾ നമ്മുടെ കിളിക്കൂട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വീഡിയോസ് കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.